വെണ്ടയ്ക്ക വിഴുക്കുരട്ട. നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ കുറച്ച് മതി. അരി വന്നുകൊണ്ടേയിരിക്കുന്നു. അരി വേവാറായി. എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. ജീരകം ഇടാം. നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞതിട്ട് കൊടുക്കാം. നാല് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് നന്നായി ഇളക്കി നമുക്ക് അമർത്തി അടച്ച് വയ്ക്കാം. നമുക്ക് പകുതിയായി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് സവള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വേവിപ്പിച്ച് എൻ്റെ ചിലവ് ഇഷ്ടമായോ? 260 രൂപയാണ്. സൂപ്പർ തേങ്ങ അതിൽ. ഈ തടി കേടായിപ്പോയാൽ നമുക്കൊരു തടി പണിഞ്ഞ് അതിൽ ഈ നാക്കുറപ്പിക്കാം. 260 രൂപ സെറ്റ് തേങ്ങ അതിലാണ്. അടിപൊളിയാണ്. ചെറുതീയിൽ നമ്മുടെ മെഴുക്കുരട്ടി റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. ഉപ്പേരി എന്ന് പറയാം, മെഴുക്കുരട്ടി എന്ന് പറയാം. ഓരോ നാട്ടിൽ ഓരോ ഭാഷയല്ലേ. നമുക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി ചേർക്കാം. ഞാൻ 1 കിലോ വെണ്ടയ്ക്ക എടുത്തത് 4 പച്ചമുളക്, 1 സവോള. സവോളയെല്ലാം റെഡിയായി. നമുക്കത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിത് അത് കഴിഞ്ഞ് മൂപ്പിക്കേണ്ട, നമുക്ക് എടുക്കാം. ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തൈരുള്ളതല്ലേ, ഇപ്പോൾ ഇരുമ്പ് ചട്ടിന്ന് മാറ്റാം. നമ്മുടെ മെഴുക്കുരട്ടി റെഡി. ഒന്ന് ചൂടായ ഇഞ്ഞെടുക്കാം. ഓക്കെ. ചേർക്കാൻ പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാൻ. മതി, റെഡിയായി. നമുക്കിത് ഇറക്കാം. ഒന്നര സ്പൂൺ മതി. അരിച്ച് കൂടിയെന്ന് തോന്നുന്നു തൈര്. ഇത്രയേ ഉള്ളൂ. ചോറും വെണ്ടയ്ക്കായും തൈരും. ഇന്നത്തെ ഭക്ഷണം ഇതാണ്. പിന്നെ വെണ്ടയ്ക്ക ഇച്ചിരി കൂടുതലെടുത്ത്. അപ്പുറത്തൊരു അമ്മയുണ്ട്, അമ്മയ്ക്ക് ഇച്ചിരി കൊടുക്കണം. പിന്നെ എന്നെപ്പോലെ ക്യാൻസർ അസുഖമുള്ളൊരു പെണ്ണുണ്ട്, അതിന് ഇച്ചിരി കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ഇച്ചിരി കൂടുതലങ്ങെടുത്ത് അങ്ങനെ എല്ലാവർക്കും നമുക്കെല്ലാവരും കൂടെ കഴിക്കാം. പോന്നേരെ എല്ലാവരും. ഓക്കേ.